ഹരേ കൃഷ്ണ. എല്ലാവർക്കും നിർമ്മലത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 25 ഉണ്ണിക്കണ്ണന്റെ ഉച്ചപൂജ അലങ്കാരം എന്താണെന്ന് അറിയാവോ? ശ്രീലകത്തൊന്ന് ഉണ്ണിക്കണ്ണൻ നാരായണനായിട്ടാണ് കേട്ടോ, ആനപ്പുറത്തിരിക്കുന്ന നാരായണനായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ശംഖചക്ര പത്മഗദാധാരിയോട് കൂടിയാണ് ഇന്ന് ആനപ്പുറത്തിരിക്കുന്നത്. ശംഖും ചക്രവും സ്വർണം കൊണ്ടാണ് കേട്ടോ ചാർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗദ കളഭം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ താമരപ്പൂ ഉണ്ട് കയ്യില്. നല്ല ഭംഗിയിലാണ് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ. ആനയുടെ 2 ചെവിയുടെ താഴെയായിട്ട് ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞി കാലുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുറകിലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അരയിൽ കിങ്ങിണിയും കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ തിരുമുടിമാലയും ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ കഴുത്തിൽ നിന്ന് ഒരുപാട് ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയിലൊക്കെയാണ് ഒരുങ്ങി നിൽക്കുന്നത്. ആനപ്പുറത്ത് കയറിയതിന്റെ ഒരു സന്തോഷം മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ. നാരായണന്റെ രൂപത്തിലല്ലേ, നല്ല സുന്ദരനായിട്ടുണ്ട്. ശ്രീലകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ ഉണ്ണിക്കണ്ണനെ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും കേട്ടോ. ആനപ്പുറത്തിരിക്കുന്ന നാരായണനെ ഇന്ന് എല്ലാ ഭക്തരെയും കാണാൻ പറ്റും കേട്ടോ. നല്ല കേമനായിട്ടാണ് ആനപ്പുറത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കും കുറച്ചൊന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നാരായണൻ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ആ ഗുരുവായൂരപ്പന്റെ അലങ്കാരം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ നാരായണ. അതുപോലെ തന്നെ ഇന്നത്തെ അലങ്കാരം നാരായണനായിട്ടാണല്ലോ. അപ്പൊ എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കൈകൊള്ളുമാറാകട്ടെ. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ നാരായണ.